കേജ്രിവാളിന്റെ അറസ്റ്റാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്നത്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് അറസ്റ്റിലാവുന്നത്. ഇഡിയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചിരിക്കുന്നു. 3 അംഗ ബെഞ്ച് ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ഈ നീക്കം. ഇഡി കസ്റ്റഡി അപേക്ഷ നൽകുകയും നേരത്തെ അറസ്റ്റിലായ കെ കവിതയുടെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാതിരിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഹർജി പിൻവലിച്ചത്. കെജ്രിവാളിനെ ഇപ്പോൾ ദില്ലി റോസ് അവന്യൂ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. കെജ്രിവാളിന്റെ അഭിഭാഷകർ കോടതിയിൽ ഹാജരായിട്ടുമുണ്ട്. കോടതി വിവരങ്ങളുമായി ബി ബാലഗോപാൽ, കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള വിവരങ്ങൾ അർജുൻ പീതാംബരൻ എന്നിവർ നൽകും. ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. ആദ്യം ബാലഗോപാലിലേക്ക്. ബാലു, ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഈ ഹർജി 3 അംഗ ബെഞ്ച് കേൾക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഹർജി പിൻവലിക്കുകയാണ് കെജ്രിവാളിന്റെ അഭിഭാഷകർ ചെയ്തിരിക്കുന്നത്. തൊട്ട് മുൻപ് കെ കവിതയ്ക്ക് ഇതേ കേസിൽ ജാമ്യം നിഷേധിക്കുകയും ആ ഘട്ടത്തിൽ കപിൽ സിബൽ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ സുവർണകാലമായി ഈ കാലം രേഖപ്പെടുത്തില്ല എന്ന് മുനവെച്ച് പറയുകയും ചെയ്ത പശ്ചാത്തലം നമ്മുടെ മുൻപിലുണ്ട്. ജാമ്യം കിട്ടില്ല, സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പായ ഘട്ടത്തിലാണോ ഹർജി പിൻവലിച്ചത്? സുപ്രീം കോടതിയിൽ നിന്ന് അത്തരത്തിലൊരു ഇടപെടൽ, അനുകൂലമായൊരു ഇടപെടൽ ഉണ്ടാകില്ല എന്ന് ഇന്ന് രാവിലെ തന്നെ കെജ്രിവാളിനും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കുമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട കെജ്രിവാളിന്റെ അഭിഭാഷകർക്കുമൊക്കെ വ്യക്തമായിരുന്നു. കാരണം ഒരേ വിഷയത്തിലാണ് കവിതയും കെജ്രിവാളും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. കവിതയുടെ ഹർജിയിൽ ഈ ഇഡിയുടെ അറസ്റ്റ് അതുപോലെ തന്നെ ജാമ്യം തുടങ്ങിയ വിഷയങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. ജാമ്യം ഈ ഭരണഘടനയുടെ 32-ാം അനുച്ഛേദ പ്രകാരമുള്ള റിട്ട് ഹർജിയിൽ നൽകാൻ വേണ്ടി കഴിയില്ല എന്ന് വ്യക്തമായി കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ കെജ്രിവാളിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഷേക് മനു സിംഗ്വി കോടതിയിൽ ഹാജരാകുകയും ഈ ഹർജി പിൻവലിക്കുന്നതായി അദ്ദേഹത്തെ കോടതിയെ അറിയിക്കുകയും ചെയ്തത്. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യം ഈ നിലവിൽ ഇഡി റിമാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ എതിർത്തുകൊണ്ട് തങ്ങൾ ഹൈക്കോടതിയെ തങ്ങൾ വിചാരണ കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഹർജി പിൻവലിക്കുന്നുവെന്നാണ് സിംഗ്വി പറഞ്ഞത്. അതിനുശേഷം ചെറിയ നാടകീയമായ സംഭവങ്ങൾ കോടതിയിൽ നടന്നിരുന്നു. കാരണം തുഷാർ മേത്ത, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ ഹാജരാകുകയും ഇഡിക്ക് വേണ്ടി അദ്ദേഹമാണ് ഈ കോടതിയിൽ ഹാജരാകുന്നത്. അദ്ദേഹം കോടതിയിൽ പറഞ്ഞത് ഈ അഭിഷേക് മനു സിംഗ്വി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ്. കാരണം നേരത്തെ ഈ ഇഡിക്ക് താൻ നൽകിയിരുന്ന നിയമോപദേശം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കേസിരിക്കുമ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിനെ ഈ വിചാരണ കോടതിയിൽ ഹാജരാക്കരുതെന്ന് താൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ റിമാൻഡ് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഈ അഭിഷേക് മനു സിംഗ്വി സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് ഈ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. ഏതായാലും സുപ്രീം കോടതിയിൽ ഹർജി പിൻവലിച്ച സാഹചര്യത്തിൽ കെജ്രിവാളിനെ വിചാരണ കോടതിയിൽ ഹാജരാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. റോസ് അവന്യൂ കോടതിയിലെ നടപടികൾ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയും ചെയ്യും. കാരണം അവിടെ കെജ്രിവാളിന് വേണ്ടി അഭിഷേക് മനു സിംഗ്വിയും ഇഡിക്ക് വേണ്ടി തുഷാർ മേത്തയും ഹാജരാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇരുവരുടെയും വാദപ്രതിവാദങ്ങൾക്ക് ഇനി ഈ PMLA കോടതി, അതായത് ഡൽഹിയിലെ റോസ് അവന്യൂവിലെ PMLA കോടതിയിൽ വാദപ്രതിവാദങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നതായിരിക്കും.